ഗുഡ് ഈവനിങ്. അപ്പം എല്ലാവരും ഒന്ന് പെട്ടെന്ന് വീഡിയോ മോഡിലേക്ക് വരിക. നമുക്ക് വീഡിയോ മോഡിൽ കാണുമ്പോഴാണ് സംസാരിക്കാനായിട്ട് സുഖം ഉണ്ടാവുള്ളൂ. പറ്റുന്നവരൊക്കെ പെട്ടെന്ന് തന്നെ വീഡിയോ മോഡിൽ വരാം. എല്ലാവരും പോന്നോട്ടെ. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഇതിനൊരു റെമഡി കിട്ടിയാൽ കൊള്ളാം എന്നാലോചിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലേ? അതായത് ഹൗ ടു സ്റ്റോപ്പ് അവർ ഓവർ തിങ്കിങ്. എല്ലാവർക്കും മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഭയങ്കരമായിട്ടുള്ള ഓവർ തിങ്കിങ് എന്നുള്ളത് അല്ലേ? പല കാര്യങ്ങളിലും നമ്മളോട് പാസ്റ്റിലുള്ളത് കുറേ ചിന്തിച്ചു പോകുന്നു, ഫ്യൂച്ചറിലേക്കുള്ളത് ചിന്തിച്ചു പോകുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ജീവിക്കേണ്ടത് നമ്മുടെ പ്രസന്റ് മൊമെന്റിലാണ് അല്ലേ? ആ പ്രസന്റ് മൊമെന്റിനെ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റാറില്ല, എൻജോയ് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഈ രീതിയിൽ നമുക്ക് നമ്മുടെ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓവർ തിങ്കിങ് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇനി ഓവർ തിങ്കിങ് നമുക്ക് ഉണ്ട് എന്നുള്ളത് നമ്മൾ എങ്ങനെയാ ജസ്റ്റ് മനസ്സിലാക്കാം, ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനുള്ള കുറച്ച് സയൻസ് ഞാനിവിടെ പറയാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് ഇടയ്ക്കിടെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവരുടെ മനസ്സിലേക്ക് കഴിഞ്ഞു പോയ കുറേ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തിനായിരുന്നു അതങ്ങനെ സംഭവിച്ചത്, എന്തിനാണ് ഇങ്ങനെ സംഭവിച്ചത്, എന്തിനാണ് എന്നുള്ള രീതിക്കുള്ള കുറേ പഴയ അന്ന് അങ്ങനെ ചെയ്യണ്ടായിരുന്നു, ഞാൻ അതല്ലായിരുന്നു പഠിക്കേണ്ടത്, എൻ്റെ കല്യാണം ആ സമയത്തല്ലായിരുന്നു കഴിയേണ്ടത്. ഇത്തരത്തിൽ സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങളിൽ ഇങ്ങനെ അനാലിസിസ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതികൾ നമ്മുടെ ലൈഫിൽ നടന്നു, ഇപ്പം ഒരു വ്യക്തിനെ കാണുന്ന സമയത്ത് അവർക്ക് ഓർമ്മ ഉണ്ടാവുക പാസ്റ്റിൽ അവർ ചെയ്ത എന്തെങ്കിലും, ഇവരെന്നോട് അങ്ങനെ ചെയ്ത ആളല്ലേ, അല്ലെങ്കിൽ ഇവരിങ്ങനത്തെ ആളല്ലേ, ഈ രീതിയിൽ പാസ്റ്റിൽ കഴിഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ മൈൻഡിലേക്ക് ഓവറായിട്ട് കൊണ്ടുവന്നിട്ട് അതിൽ നെഗറ്റീവ് അടിക്കാം. ഇത് ഓവർ തിങ്കിങ്ങിന്റെ ഒരു സൈനാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ആളുകളുണ്ട്, അവർക്ക് പല കാര്യങ്ങളും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർക്ക് എന്ത് പറ്റൂല, ഡിസിഷൻ എടുക്കാൻ പറ്റൂല. അവർക്ക് ഭയങ്കര പേടിയാണ് എന്ത് തീരുമാനിക്കണം എന്നുള്ളതിൽ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ പറ്റാത്ത ആളുകൾ. ഇപ്പം ചില കോഴ്സിന് പോകണം എന്നുണ്ടാവും, നീ പോവണോ പോവണ്ടേ, അല്ലെങ്കിൽ ജോബ് കിട്ടിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഞാൻ പോവണോ, അല്ലെങ്കിൽ വേറെ കുറേ സാധനങ്ങൾ അവരുടെ തലയിൽ ഇങ്ങനെ ഇട്ട് കറങ്ങുന്നുണ്ടാവും. ഇതിനെ ഒരു കാര്യത്തിന് അവർ കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് അതിനെ വഷളാക്കി പിന്നെ എന്ത് ചെയ്യും, ലാസ്റ്റ് എന്തായാലും ഇപ്പം പോകുന്നില്ല എന്നുള്ള തരത്തിലേക്ക് ലാസ്റ്റ് എത്തിയിട്ടുണ്ടാവും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓവറായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റൂല. ഏത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിന് കുറച്ച് റിസ്ക് ഉണ്ടാവും, കുറച്ച് കാര്യങ്ങൾ നമ്മൾ എഫേർട്ട് ഇടേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാം പോസിറ്റീവായിട്ട് എല്ലാം സെറ്റായിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അപ്പം ഈ രീതിയിൽ ഒരു കാര്യത്തിനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ആലോചിച്ചിട്ട് എന്താ ഞാനിപ്പോൾ ഒരു തീരുമാനം എടുക്കേണ്ടത്, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിൽ കൃത്യമായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാതിരിക്കുക, ഇത് ഓവർ തിങ്കിങ്ങിൻ്റെ സൈനാണ്. അതേപോലെ തന്നെ നമുക്ക് ഫിസിക്കൽ സിംറ്റംസ് ഉണ്ടാവും. ചില ആളുകൾക്ക് ഹെഡ് ഏക്ക് പോലെയുള്ള, മസിൽ ടെൻഷൻ പോലെയുള്ള, അതായത് ചില ആളുകൾക്ക് ചില സ്ഥലങ്ങളിൽ ഭയങ്കര പെയിനും, എപ്പോഴും ഇങ്ങനെ ഒരു ഭയങ്കര ടയേർഡായിട്ട് ഫീൽ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക്, എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ ഉണ്ടാവുക. ഇതൊക്കെ ഓവർ തിങ്കിങ്ങിൻ്റെ സൈൻസ് ആണ്. ഓക്കെ, അപ്പം എല്ലാ തലവേദനകളും എന്നില്ല, ബട്ട് 90% നമുക്കുള്ള അസുഖങ്ങൾ സൈക്കോസൊമാറ്റിക് ആണ്. നമ്മുടെ മെന്റലി ഉള്ള കാര്യങ്ങൾ, നമ്മുടെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റാവുന്ന രോഗങ്ങളാണ് നമുക്കുള്ളത്. അപ്പം അതിനെ നമ്മൾ കണ്ടെത്തി ക്ലിയർ ചെയ്ത് നമ്മുടെ ചില കാര്യങ്ങൾക്ക് റെമഡി ഉണ്ടാവുക നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്യലായിരിക്കും. അതിന് നമ്മൾ മെഡിസിൻ എടുത്തുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവണമെന്നില്ല. ഇപ്പം പൊതുവിൽ കാണാറുണ്ട് ചില ആളുകൾക്കൊക്കെ ചില സ്ഥലത്ത് ഭയങ്കര പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഇടയ്ക്കിടെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് വേദനകൾ വന്നുകൊണ്ടിരിക്കുക. അപ്പം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല, ടെസ്റ്റിലും കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നവുമില്ല, പക്ഷെ നമുക്ക് ഭയങ്കര ടയേർഡും ഭയങ്കര പെയിനും ഒക്കെ ഫീൽ ചെയ്യാം.
ഇത് നമ്മുടെ ഇന്റേണൽ വേൾഡിൽ, നമ്മുടെ ഇന്നർ വേൾഡിലുള്ള പെയിനിന്റെ അല്ലെങ്കിൽ നെഗറ്റീവ് തോട്ടിന്റെ റിഫ്ലക്ഷൻ ആണ്. ഓക്കെ, പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറിയൊരു ടാസ്കിനെ ആലോചിച്ച് പെരുപ്പിച്ച് കൂട്ടി അത് വലിയൊരു സംഭവമാക്കി മാറ്റാം. ഇത് ചെറിയ സംഗതി ആയിരിക്കും ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മളൊന്ന് ഡ്രൈവിംഗ് പഠിക്കാന്നുള്ളതായിരിക്കും ചിലപ്പോൾ ഒരു ടാസ്ക്. സിമ്പിളാണ് സംഭവം. പക്ഷെ ആലോചിച്ച് ഞാനിപ്പോൾ അങ്ങനെ പോയി റോഡുമെന്ന് ഇങ്ങനെ വന്നാലോ അങ്ങനെ വന്നാലോ എന്നുള്ള തരത്തിൽ അനാവശ്യമായിട്ട് അതിനെങ്ങനെ കാട് കയറി ചിന്തിച്ചിട്ട് അതിനെന്ത് ചെയ്യാം, ആ കാര്യത്തിനെ വലിയൊരു സംഭവമാക്കി മാറ്റാം. ഒരു ചെറിയ സംഗതിയേ ഉണ്ടാവുള്ളൂ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സംഗതി ആയിരിക്കും, പക്ഷെ ചിന്തകൾ കൊണ്ട് അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കാം. ഇതും ഓവർ തിങ്കിങ്ങിന്റെ സയൻസ് ആണ്. അതേപോലെ തന്നെ അവർക്ക് എപ്പോഴും ഈ ഓവർ തിങ്കിങ് ഉള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് പ്രസന്റ് മൊമെന്റ് ഉണ്ടാവില്ല. ഒരാൾക്ക് പ്രസന്റ് മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുമാത്രം സങ്കടകരമായ അവസ്ഥയാണെന്ന് ആലോചിക്കുക. നമ്മുടെ ലൈഫ് കിടക്കുന്നത് നമ്മുടെ പ്രസന്റ് മൊമെന്റിലാണ്. എനിക്ക് ഈ ഒരു സമയത്ത് എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഇനി വരാൻ പോകുന്നതിനെ കുറിച്ചും അല്ലെങ്കിൽ എൻ്റെ കഴിഞ്ഞതിനെ കുറിച്ചും ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുകയാണെങ്കിൽ എൻ്റെ ഇപ്പോൾ കഴിഞ്ഞു പോകുന്ന എത്രയോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിമിഷങ്ങളെയാണ് ഞാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എത്രയോ ബ്ലെസ്സിങ്സ് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ട് ഞാൻ അതൊന്നും കാണാതെ നാളെ എന്താണ് എനിക്ക് വരാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ കഴിഞ്ഞ കുറേ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കുക, എന്നിട്ട് നല്ല നിമിഷങ്ങളെ വെറുതെ നഷ്ടപ്പെടുത്താം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രസന്റ് മൊമെന്റ് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടാവേയില്ല. നമ്മൾ എപ്പോഴും പാസ്റ്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അതേപോലെ ഓവർ തിങ്കിങ് ഉള്ള ആളുകൾക്ക് ഉറക്കക്കുറവ് നന്നായിട്ടുണ്ടാവും. അവർക്ക് ഉറങ്ങാൻ പറ്റൂല. അങ്ങനെ ചിന്തിച്ച് 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 കൂട്ടി എന്തൊക്കെയോ ചിന്തകളും കാര്യങ്ങളൊക്കെ വന്ന് വെറുതെ ആലോചിച്ചിട്ട് ഞാനിപ്പോൾ മരിച്ചു പോയാലോ, എൻ്റെ കുട്ടികൾക്ക് ആരുണ്ടാവും, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർ, ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവരാണെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും പറ്റിയാലോ, ഇങ്ങനെ അനാവശ്യമായിട്ട് ചിലപ്പോൾ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ അതിനെ കണക്ട് ചെയ്തിട്ട് അങ്ങ് പോകും. ഇപ്പം എൻ്റെ വീട്ടിലുള്ളവരെ അല്ലെങ്കിൽ എനിക്ക് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് ചിന്തിച്ചിട്ട് അതിനെ ഓവറാക്കിയിട്ട് എന്താ പറയുക, ഒരു ടോക്സിക് എന്നുള്ള രീതിക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും അത് ഭയങ്കരമായിട്ടുള്ള എന്തുണ്ടാക്കുക, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക. ഇതാണ് ശരിക്കും എന്താ ഓവർ തിങ്കിങ്ങിന്റെ സയൻസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും തമാശക്ക് പറയാറുണ്ട്, കാട് കയറി ചിന്തിക്കുക എന്നുള്ള രീതിക്ക് നമ്മൾ പറയാറുണ്ടല്ലോ. ഒരു കാര്യത്തിനെ പറ്റി അങ്ങ് ചിന്തിച്ചു പോകും, വെറുതെ ഒരാവശ്യമില്ല എന്നിട്ട് അവസാനം ചിലപ്പം ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അത് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളതാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നില്ല, ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യണം. അതിനെക്കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നമുക്കൊന്നും കിട്ടാനില്ല. നമ്മൾ എന്തിലേക്കാണോ നമ്മുടെ എനർജി കൂടുതൽ കൊടുക്കുന്നത് അതാണ് വളരുക. നമ്മളൊരു ചെടി നട്ടു, അതിന് നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് ഏത് ചെടിക്കാണ്, ഇപ്പോൾ 2 ചെടി ഉണ്ടെങ്കിൽ ഏത് ചെടിക്കാണോ നമ്മൾ കൂടുതൽ വെള്ളം കൊടുക്കുന്നത് ആ ചെടിയല്ലേ സ്വാഭാവികമായിട്ടും വളരുക. ഏത് ചെടിക്കാണോ വളം കൊടുക്കുന്നത് അതല്ലേ വളരുക. ഇതേപോലെ നമ്മുടെ ചിന്തകളിൽ, നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചെടികളായിട്ട് കാണുമ്പം നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്കാണോ കൂടുതൽ വളം കൊടുക്കുന്നത്, അതിനെക്കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചാണോ? അപ്പം പ്രശ്നങ്ങളെ കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നതെങ്കിൽ പ്രശ്നങ്ങൾ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും, പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, പ്രശ്നങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ആ ചെടി വലുതായി വലിയ പന്തലായി എന്താ പറയാ, പിന്നെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ നെഗറ്റീവിൽ ഇങ്ങനെ പോകും. അതേ സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ട്, ഓക്കെ, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പ്രശ്നങ്ങൾ എല്ലാവരുടെ ലൈഫിലുണ്ടാവും. ബട്ട് നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ സൊല്യൂഷനിലേക്കാണ്, ഡ്രീമിലേക്കാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് ഇവിടെ ഡ്രീമിനെ നിങ്ങൾ വളർത്താൻ അതിനുള്ള ചിന്തകൾ നിങ്ങൾ കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് വളരുകയും, അത് കൂടുതലായിട്ട് വളരുമ്പം ഓട്ടോമാറ്റിക്കലി ഇത് മെല്ലെ ഇതിന് സ്പേസ് ഇല്ലാതാവും. അങ്ങനെ ഇത് പോവുകയും ചെയ്യും. ഒറ്റയടിക്ക് ഓവർ തിങ്കിങ് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഓവർ തിങ്കിങ് മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം അതിൻ്റെ എന്താണോ നമുക്ക് നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട് ഉള്ളത് അതിൻ്റെ എന്താണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അതിനെ ഓവർ തിങ്കിങ് എന്താണ് നമുക്ക് മാറ്റാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തൊക്കെയാണ് ഞാൻ തിങ്ക് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ ആദ്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതായത് എന്തൊക്കെയാണ് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്. നമ്മുടെ ചിന്തകൾക്ക് അത്രമാത്രം പവർ ഉണ്ട്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ചിന്തകളുടെ റിസൾട്ട് മാത്രമാണ് നിങ്ങളുടെ ലൈഫ്. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ചില ആളുകൾക്ക് ഡൈജസ്റ്റ് ആവില്ല, ബട്ട് സെഷൻ അറ്റൻഡ് ചെയ്തവർക്ക് മനസ്സിലായി കാണും എന്താണ് അവരുടെ ഇപ്പോഴത്തെ ലൈഫും മുന്നത്തെ ലൈഫും എന്നുള്ളത്. അപ്പം നമ്മുടെ ചിന്തകളുടെ തോട്ടിന്റെ റിസൾട്ട് മാത്രമാണ്.
അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പൊ വിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലേ, വിധി ഉണ്ട്, വിധി ഇല്ല എന്നൊന്നും പറയില്ല. ആ വിധിയെ ബ്ലെസ്സിങ് ആക്കണോ, ആ വിധിയെ ശിക്ഷയാക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മളാണ്. അതിനാണ് നമുക്ക് ചിന്ത തന്നത്. നമുക്ക് ചിന്തിക്കാനുള്ള, മറ്റൊരു ജീവിക്കും ചിന്തിക്കാനുള്ള കഴിവ് സൃഷ്ടാവ് കൊടുത്തിട്ടില്ല, മനുഷ്യന് തന്നിട്ടുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ നല്ല രീതിക്ക് അതിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏത് വിഷയം വരികയാണെങ്കിലും അതിനൊന്നും നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരുപാട് ബ്ലെസ്സിങ്സിനെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പം നമ്മുടെ ഒരുപാട് ചിന്തകൾ, ഇപ്പോൾ ഒരു ദിവസം ഇഷ്ടം പോലെ ചിന്തകൾ നമ്മളിലൂടെ വന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ നാളെ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കാം. അപ്പൊ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ തോട്ടാണ് എന്നെ ഇങ്ങനെ പിടിച്ചു വെക്കുന്നത്, എന്താണ് എൻ്റെ ലിമിറ്റിംഗ് തോട്ട് എന്നുള്ളത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. നെഗറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഒരാൾക്കും പോസിറ്റീവ് ലൈഫ് ഉണ്ടാവില്ല. പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാൾക്ക് എത്ര നെഗറ്റീവ് സിറ്റുവേഷൻ ആണെങ്കിലും അയാളുടെ ലൈഫിനെ അയാൾക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. സോ നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലൈഫിനെ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് തോട്ടിനെ ഒബ്സർവ് ചെയ്യുക. എന്തൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒബ്സർവ് ചെയ്യുക. ഇങ്ങനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഞാൻ കുറേ നെഗറ്റീവ് തിങ്ക് ചെയ്യുന്നുണ്ട്, കുറേ പോസിറ്റീവ്. ആദ്യം മനസ്സിലാക്കുക, ഒരാൾക്കും ഫുള്ള് പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റൂല. പല ആളുകളും ക്വസ്റ്റ്യൻ ആൻസറിൽ ചോദിക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇരിക്കാൻ പറ്റും. ഞാൻ ഫുൾ ടൈം പോസിറ്റീവ് ഒന്നുമല്ല. നമുക്ക് എല്ലാവർക്കും നെഗറ്റീവ്സ് ഉണ്ടാവും, സ്വാഭാവികമാണ്. ഒരു 20% നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ നോ ഇഷ്യൂ, അത് നോർമലാണ്. ഒരു മനുഷ്യന്മാരല്ലേ, നമുക്ക് നെഗറ്റീവ്സ് വരും, ഓട്ടോമാറ്റിക്കലി വരും. അപ്പം ഒരു 20% നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഒരു 80% നമ്മൾ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ലൈഫ് പോസിറ്റീവായിട്ട് തന്നെ കൊണ്ടുപോകാം. എന്നാൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, 80% നമ്മൾ ചിന്തിക്കുന്നത് നെഗറ്റീവ് ആണെങ്കിലോ കുറേ ആങ്സൈറ്റി, എന്ത് സംഭവിക്കും, എന്താവും, അങ്ങനെയാവും ഇങ്ങനെയാവും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള, ഭാവിനെ കുറിച്ചിട്ടുള്ള കുറേ ടെൻഷൻ, മക്കളെ കുറിച്ച് ടെൻഷൻ, സ്വന്തത്തെ കുറിച്ച് ടെൻഷൻ, ഹസ്ബൻഡിന്റെ കരിയറിനെ കുറിച്ച്, ഫിനാൻഷ്യൽ സ്ട്രഗിളിനെ കുറിച്ച്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പൊ കടമൊക്കെ, ഫിനാൻഷ്യൽ സ്ട്രഗിൾ ഉള്ള ആളുകൾ കൂടുതൽ ചിന്തിക്കുക ആ ഫിനാൻഷ്യൽ സ്ട്രഗിളിനെ കുറിച്ചാണ്, ആ ഒരു കടത്തിനെ കുറിച്ചായിരിക്കും ഏറ്റവും കൂടുതൽ ഞാൻ അവരിപ്പോൾ ഇത് ചോദിച്ചാൽ ഞാൻ എന്തായിരിക്കും പറയാ, ഞാളിങ്ങനെ ആയിപ്പോലെ, ഞാളിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത്. അതിന് പകരം അത് കൊടുത്ത് വീട്ടാനുള്ള സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യാം. അപ്പം 80% പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. 20% ആർക്കും സ്വാഭാവികമാണ് നമുക്ക് നെഗറ്റീവ് തോട്ട്സ് വരുന്നുള്ളത്. ദെൻ നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഒരു കാര്യം, ഈ തോട്ടിനെ നമുക്ക് ഒറ്റയടിക്ക് മാറ്റാൻ പറ്റൂല. എല്ലാ തോട്ടും എന്താണ്, നമ്മുടെ നെഗറ്റീവ് തോട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ബിലീഫുകളുടെ ബൈ പ്രൊഡക്റ്റ് ആണ്. ഞാൻ കഴിഞ്ഞ റീലിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാ തോട്ടുകളും, എല്ലാ നെഗറ്റീവ് തോട്ട്, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമ്മുടെ ബിലീഫിന്റെ, നമ്മുടെ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ബിലീഫുകളുടെ റിസൾട്ട് ആണ് നമ്മുടെ തോട്ടുകൾ എന്ന് പറയുന്നത്. അപ്പം അതിന് ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് എക്സാം വരുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പേടി വരുന്നു. പേടി എൻ്റെ ആറ്റിറ്റ്യൂഡാണ്. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റിറ്റ്യൂഡാണ്. അപ്പം ഈ പേടി വരാൻ ഒരു ചിന്ത എൻ്റെ മൈൻഡിൽ കിടന്ന് കളിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് എനിക്ക് പേടി വരുന്നത്. അപ്പം ഞാൻ അനലൈസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഞാൻ തോറ്റു പോവോ, എനിക്കിത് പാസ്സാവാൻ പറ്റുമോ, ഞാൻ പാസ്സായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും, എനിക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും വരിക. ഈ തരത്തിലുള്ള തോട്ടാണ് നമ്മൾക്കുള്ളിൽ ആ സമയത്ത് വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ തോട്ടിനെ മനസ്സിലാക്കി, ഓക്കെ ഇങ്ങനെയൊക്കെയുള്ള തോട്ടാണ് എന്നിലേക്ക് വരുന്നത്. ഈ തോട്ട് എനിക്ക് എവിടെ നിന്ന് കിട്ടി? എനിക്ക് ക്വസ്റ്റ്യൻ എന്താവോ, ഭയങ്കര ടഫായി പോവോ, എനിക്കൊന്നും എഴുതാൻ പറ്റൂലേ, ഞാൻ ഫെയിലായി പോവോ എന്നുള്ള തരത്തിലുള്ള തോട്ട് എനിക്ക് എവിടെ നിന്ന് കിട്ടി? അതാണ് ബിലീഫ് എന്ന് പറയുന്നത്. ഒന്നുകിൽ നമുക്ക് പാസ്റ്റിൽ എക്സ്പീരിയൻസ് ഉണ്ടാവും, നമ്മൾ ഏതെങ്കിലും ഒരു എക്സാം എഴുതുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഫെയിൽ ആയതോ അല്ലെങ്കിൽ നമുക്ക് ആൻസർ കിട്ടാത്തതോ ഉള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. രണ്ടാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ടീച്ചേഴ്സ്, പാരൻസ് ഒക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ചിട്ടുണ്ടാവും. ഫ്രണ്ട്സ് ഭയങ്കര ടഫാ, കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ടാവും.
ഈ ബിലീഫിനെ, ഈ വിശ്വാസം നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ തരത്തിലുള്ള തോട്ടുകൾ വരുന്നത്. അപ്പം ഈ ബിലീഫിനെ നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനാണ് നമ്മൾ ഫോർഗീവ്നെസ് ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടെ ആരൊക്കെയാണോ നിങ്ങളെ പേടിപ്പിച്ചത്, എക്സാമിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ചത്, ആരൊക്കെയാണോ നിങ്ങൾക്ക് എന്താണ് ആ ഒരു നെഗറ്റീവ് തോട്ട് ഉണ്ടാക്കി തന്നിട്ടുള്ളത്, അവർക്കൊക്കെ ഉള്ള ഫോർഗീവ്നെസ്, നിങ്ങൾ എനിക്ക് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നെഗറ്റീവ് ബിലീഫ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് എന്നുള്ള രീതിക്ക് നമ്മളൊരു കൃത്യമായിട്ട് നമ്മൾ പറയുമല്ലോ ജേർണലിങ് എഴുതേണ്ട ഒരു രീതി, ആ രീതിക്ക് നമ്മൾ എഴുതി അവർക്ക് ക്ലിയർ ചെയ്യും. ഇനി നമ്മൾ ഫെയിലായ എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മാർക്ക് കിട്ടാത്ത എക്സാമുകൾ ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ പേടിയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് ഫോർഗീവ്നെസ് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സിറ്റുവേഷനെ കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് എഴുതിയിട്ട് നമ്മളത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത് സ്വിഷ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, NLPയിൽ വരുന്നതാണ്. ആ മെത്തേഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, സ്വിഷ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവ് ഒരു ഇമേജ് ഉണ്ടാവുമല്ലോ, അതായത് ഞാൻ ഭയങ്കര ടഫായിട്ട് ഞാനിങ്ങനെ ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നതായിരിക്കും എൻ്റെ മൈൻഡിൽ ആ സമയത്ത് ഉണ്ടാവുന്ന പിക്ചർ. എക്സാമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് കിടക്കുന്ന പിക്ചർ എന്താണോ അതിനെ അനലൈസ് ചെയ്യുക, അതിനെ നമ്മുടെ ഉള്ളിൽ നിന്നും പോക്കി, അതൊരു മെഡിറ്റേറ്റീവ് പ്രോസസ്സാണ് സ്വിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ ഒരു പോസിറ്റീവായിട്ടുള്ള എന്താണ് നമ്മളൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് എക്സാമിനെ കുറിച്ച് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട്, ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ മൈൻഡിലേക്ക് പ്ലാൻ ചെയ്യുക. ഇത് നമ്മളൊരു ഹിപ്നോട്ടിക് രീതിയിലാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. അപ്പം ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ആ ഒരു എക്സാമിനെ കുറിച്ചിട്ടുള്ള നെഗറ്റീവ് തോട്ട് മാറ്റാൻ പറ്റും. നെഗറ്റീവ് തോട്ട് മാറിയാൽ തന്നെ, കോൺഫിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നല്ല രീതിക്ക് എക്സാം പെർഫോം ചെയ്യാൻ പറ്റും. ആ രീതിയിൽ എക്സാമിന് നല്ല റിസൾട്ട് ഉണ്ടാവും. മെജോറിറ്റി ഓഫ് കുട്ടികളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സാമിനെ കുറിച്ചിട്ട് ഓവർ തിങ്ക് ചെയ്തിട്ട് ടെൻഷൻ അടിച്ചിട്ട് തെറ്റിപ്പോകുന്ന അവസ്ഥയാണ്. ഇപ്പം എനിക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്. എൻ്റെ 10ാം ക്ലാസ്സിലെ പല എക്സാമും ഞാൻ വിചാരിച്ചത്ര എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, ടെൻഷൻ കാരണം. ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് അറിയുന്നതാണല്ലോ, പിന്നെ എനിക്ക് ആൻസർ കിട്ടും. കാരണം റിലാക്സ് ആയതിനു ശേഷം ഒന്നും കൂടി വായിക്കുമ്പോൾ അതൊക്കെ ആൻസർ വരുന്നുണ്ട് മൈൻഡിലേക്ക്. ടെൻഷൻ ആവുന്ന സമയത്ത് അതൊന്നും കിട്ടൂല. അപ്പം ഈ രീതിയിൽ ഏത് കാര്യത്തിനെയും നമ്മൾ പോസിറ്റീവായിട്ട് വെക്കുന്ന സമയത്ത് മാത്രമേ അതിൽ നിന്ന് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാവുന്നു. ഇതൊരു എക്സാമ്പിളാണ്. ഇതുപോലെ നമ്മുടെ റിലേഷൻഷിപ്പിന്റെ കാര്യം, ഇപ്പൊ നമുക്ക് കാണുമ്പോൾ നമ്മുടെ എന്താണ് വീട്ടിലുള്ള ഇൻലോസിന്റെ പ്രശ്നമായിരിക്കും, ഹസ്ബൻഡിന്റെ ഉമ്മ അല്ലെങ്കിൽ പെങ്ങന്മാർ, ഇവരുടെ പ്രശ്നമായിട്ടായിരിക്കും നമ്മൾ പുറമെ കാണുന്നത്. നമ്മുടെ ഔട്ടർ വേൾഡിൽ എന്തൊക്കെ നടക്കുന്നുണ്ടോ അത് നമ്മുടെ ഇന്നർ വേൾഡിന്റെ റിഫ്ലക്ഷനാണ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഉള്ളിൽ റിലേഷൻഷിപ്പ്, വിവാഹം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ കുറേ നെഗറ്റീവ് സാധനം പണ്ടേ കിടക്കുന്നുണ്ടാവും. ഈ ചിന്തയും കൊണ്ടാണ് നമ്മൾ കല്യാണം കഴിക്കാൻ വന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന നെഗറ്റീവ് എന്താണോ അതിനെ നെഗറ്റീവ് അട്രാക്ട് ചെയ്യും. ലൈക്ക് അട്രാക്ട് ലൈക്ക്, നെഗറ്റീവ് തോട്ടിനെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെ അട്രാക്ട് ചെയ്ത് അത് സെയിം ആവും. അപ്പം ഇവിടെ നമ്മൾ അതുകൊണ്ടാണ് നമ്മളിപ്പം പ്രീ മാരിറ്റൽ ടോക്കുകളൊക്കെ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് പറയാൻ കാരണം, നമ്മുടെ ഉള്ളിലുള്ള കോപ്പികളെ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പം ഒരാൾ എന്താണ് ഫ്രണ്ട്സ് നമുക്ക് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്, അവർ കല്യാണം കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ് പോയി എന്നൊക്കെ പറഞ്ഞ കേസുകൾ നമ്മുടെ ഉള്ളിൽ ഇതിങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ഇത് വെച്ചിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ലത് കിട്ടണത്, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഈ ആഗ്രഹത്തിനേക്കാളും കൂടുതൽ പവർഫുൾ ആയിട്ട് ഈ പേടി കിടക്കുന്നുണ്ട്. എൻ്റെ ലൈഫ് കല്യാണം കഴിഞ്ഞാൽ സെറ്റ് ആവുമായിരിക്കോ, ഇങ്ങനെ ആയിരിക്കും. എത്രയൊക്കെ എന്താണ് പോസിറ്റീവായിട്ടാണ് ഞാൻ ചിന്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോയ സമയത്ത് നിങ്ങൾക്ക് ചെറിയ രീതിക്കെങ്കിലും പേടി ഉണ്ടായിട്ടില്ലേ? നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഉമ്മാനെ, പെങ്ങന്മാരെ, അവിടെയുള്ള ഇൻലോസിനെ. എന്തിനു നമുക്ക് ആ പേടി വന്നു? എവിടെ നിന്ന് ആ പേടി വന്നു? അവരൊന്നും ആ സമയത്ത് എന്തായാലും അവരൊന്നും ചെയ്യൂലല്ലോ. ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് നമ്മൾ ആ പോകുന്ന സമയത്തൊന്നും. അവിടെ നമുക്ക് എന്തുകൊണ്ട് അതിന് പേടി വന്നു? അവിടെ തുടങ്ങുന്നുണ്ട് കാര്യങ്ങൾ. അവിടെ നിന്ന് അത് എവിടെ നിന്നാണ് വന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് റൂട്ട് കിടക്കുന്നത്. അതിനെ പറിച്ച് പുറത്തേക്ക് എറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അതിൽ നിന്നൊരു രക്ഷപ്പെടൽ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പം ഓവർ തിങ്കിങ്ങിന് നമ്മൾ ഈ രീതിക്ക് ആദ്യം നമ്മുടെ തോട്ടിനെ അനലൈസ് ചെയ്യുക, പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബിലീഫ് എന്താണോ അതിനെ അനലൈസ് ചെയ്യുക. ദെൻ അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഫൊഗീവ് ചെയ്യുക എന്നുള്ളതാണ്. ലെറ്റ് ഗോ ഓഫ് ദ പാസ്റ്റ്. നമ്മുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ
ക്ലിയർ ചെയ്യുക. നമ്മൾ ഫൊഗീവ് ജേർണൽ ചെയ്ത് ക്ലിയർ ചെയ്യുക. ഇത് സ്വന്തം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 ടൈപ്പിലുള്ള പേഴ്സണാലിറ്റികളുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഡവ് പേഴ്സണാലിറ്റി, ഈഗിൾ പേഴ്സണാലിറ്റി, ഓൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിൽ ഈഗിൾ എന്നൊക്കെ പറയുന്ന ടൈപ്പ് ഓഫ് ആളുകൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഓൾറെഡി കിട്ടിയിട്ടുള്ള ആളുകളാണ്. അവരിതൊക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ട് പോവും. ബട്ട് ഡവ് എന്ന് പറയുന്ന ക്യാരക്ടറുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ 2 ദിവസം ചെയ്യും, 3-ാമത്തെ ദിവസം അവർക്കൊരു മൂഡ് ഉണ്ടാവില്ല, അവർ നിർത്തും. അപ്പം അവർക്ക് പുഷിന് ഒരാൾ വേണം, ചോദിക്കാൻ ഒരാളുണ്ടെങ്കിൽ അവർ കറക്റ്റായിട്ട് ചെയ്തു തരും. അപ്പം അങ്ങനെ ചോദിക്കാൻ ഒരാൾ എന്നുള്ള രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്ത് പോയി ആ രീതിക്ക് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും നമ്മൾ സെഷൻസ്, നമുക്ക് ഒരു മെൻറ്ററുടെ ആവശ്യം ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ നമുക്ക് പോകാൻ പറ്റൂല. നമ്മൾ വിചാരിക്കുന്നതൊക്കെ ഇത്ര സിമ്പിൾ അല്ലേ, നമുക്ക് എന്നെ സ്വന്തമായിട്ട് ചെയ്തുകൂടെ? പക്ഷെ പറ്റൂല. 3 ദിവസം ചെയ്യും, 4-ാമത്തെ ദിവസം നമ്മൾ നിർത്തും. മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരാഴ്ച, അതിനപ്പുറത്തേക്ക് ചെയ്യാൻ പറ്റൂല. അപ്പം അല്ലെങ്കിൽ അത്രക്ക് എന്താ പറയാ, എനിക്ക് ജയിച്ചേ മതിയാവുള്ളൂ എന്നുള്ള തരത്തിലുള്ള സ്ട്രോങ് ബിലീഫും സ്ട്രോങ് ആയിട്ടുള്ള ഇന്റൻഷനും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിച്ചാൽ കിട്ടൂല, അവർ പോയിക്കോളും. അല്ലാത്ത പക്ഷം നമ്മൾ പിന്നോട്ടടിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ലൈഫിൽ മെന്ററിന്, ഒരു ഗൈഡിനൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് പറയാൻ കാരണം. ഓക്കെ, രണ്ടാമത്തെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ വേണ്ടി ഒന്ന് ശ്രമിച്ചു നോക്കുക. ഇടയ്ക്കിടെ അവെയർ ആവുക. ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനിപ്പോൾ എന്താ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മൾ ഞാനിപ്പോൾ എന്താ ചിന്തിക്കുന്നത് ഇടയ്ക്കിടെ നമ്മളോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമുക്ക് ചിന്തകൾ ഇങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഓക്കെ, ഇത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ആണെങ്കിൽ ഞാനിപ്പോൾ ഇത് ചിന്തിച്ചിട്ട് എനിക്കിപ്പോൾ എന്ത് കിട്ടാനാണ്? പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു, കുഴപ്പമില്ല. നെഗറ്റീവ് ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളിലോട്ട് ചോദിക്കാം, ഇത് ഞാനിപ്പോൾ ചിന്തിച്ചത് കൊണ്ട് ഞാൻ വീണ്ടും നെഗറ്റീവിലേക്ക് പോവല്ലേ ചെയ്യാം. അപ്പം എനിക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം, ഇവിടെ ഞാൻ എന്താണ് ഈ തോട്ട് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു തോട്ടിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഓരോ മൊമെന്റിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ അവെയർ ആവുക. പല ആളുകളും കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുന്നുണ്ടാവും, ചിന്ത വേറെ എവിടെയോ ആയിരിക്കും ഉണ്ടാവുക, എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടുന്നുണ്ടാവും, സാധനങ്ങളൊക്കെ ഇങ്ങനെ. അറ്റ്ലീസ്റ്റ് ഒരിക്കലെങ്കിലും നിങ്ങൾ കറക്റ്റ് ഓരോ സാധനങ്ങളും ഇടുന്നതും എടുക്കുന്നതും അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്നതും അവെയർ ആയിക്കൊണ്ടിട്ട് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കോൺഷ്യസ് ആയിക്കൊണ്ട് ഞാനിപ്പോൾ ഇന്നത് ചെയ്യാൻ പോവുകയാണ്, ഞാൻ ഇത് മാത്രമേ ഇപ്പം ചെയ്യുള്ളൂ. ഈ രീതിയിൽ ആ മൊമെന്റിൽ ഒരു സമയത്ത് ഒരു കാര്യം മാത്രം ചെയ്തിട്ട് അതിൽ കംപ്ലീറ്റ് എന്താണ് ഫോക്കസ് കൊടുത്ത് കംപ്ലീറ്റ് കോൺസെൻട്രേഷൻ കൊടുത്ത് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്താം. 3-ാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് ഓൺ സൊല്യൂഷൻ. നിങ്ങളുടെ സൊല്യൂഷനിലേക്ക് ഫോക്കസ് ചെയ്യുക. പലപ്പോഴും നമ്മൾ പ്രശ്നങ്ങളിലേക്കാണ് നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ് പോകുന്നത്. ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് ഇത് ഇങ്ങനെയായ അങ്ങനെ, ഇങ്ങനെയായാലും ഇങ്ങനെ, അതിൻ്റെ സൊല്യൂഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്ന പോലുമില്ല. എന്ത് സൊല്യൂഷൻ എനിക്കിതിന് കിട്ടും, അല്ലെങ്കിൽ എന്ത് സൊല്യൂഷനാണ് ഇതിന് വേണ്ടത്? ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞു, സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പം അങ്ങനെ സംഭവിച്ച് കഴിഞ്ഞിട്ട് ഇനി അതിൽ നമ്മൾ പരാതിപ്പെട്ടിട്ട് അനി അതിൽ നമ്മൾ സങ്കടപ്പെട്ട് ഇരുന്നത് കൊണ്ട് ഒന്നും കിട്ടാനില്ല. എൻ്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെയായിപ്പോയി, ഞാൻ അത്ര ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഇങ്ങനെ എന്നുള്ള തരത്തിലുള്ള പല 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 ചിന്തകൾ നമ്മളിൽ വരും. ഒരിക്കലും അതൊന്നും തെറ്റായിട്ട് പറയല്ല, ബട്ട് അതിലിരിക്കുകയാണെങ്കിൽ എന്നും അതിലിരിക്കലേ ഉണ്ടാവുള്ളൂ. അതിൽ നിന്ന് നമുക്കൊരു രക്ഷ വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ സൊല്യൂഷനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങും. ഇത്രയൊക്കെ സംഭവിച്ചു, ഇനി എനിക്കെന്ത്? സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലവും ഇല്ല. ദൈവം സൃഷ്ടാവ് ഇവിടെ ആദ്യ സൊല്യൂഷൻ വെച്ചിട്ടാണ് പ്രശ്നം ഉണ്ടാവുന്നത്. കാരണം നമ്മുടെ ലൈഫിൽ എല്ലാം ബ്ലെസ്ഡ് റീസൺ ആണെന്ന് പറയുന്നുണ്ടല്ലോ. നമ്മൾ എത്തേണ്ട ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നമ്മൾ ചില സ്ട്രഗിൾസിലൂടെ പോകേണ്ടി വരും. അതിലൂടെ തന്നെ കടന്നാലേ നമ്മൾ അതിലേക്ക് എത്തുള്ളൂ. അപ്പം നമുക്ക് ആ സമയത്ത് തോന്നും ഇതെൻ്റെ ലൈഫിൽ വലിയ പ്രശ്നമാണ്. ചിലപ്പം ആ ഒരൊറ്റ പ്രശ്നം കാരണമായിരിക്കും അവർക്ക് അവരുടെ ലൈഫിനെ തന്നെ ടേൺ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവുക. അപ്പം ഈ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ ലൈഫിലുള്ള ചില സിറ്റുവേഷൻസ് അത് വന്നിട്ടുണ്ട്, അത് വന്നതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് അത് വന്നതുകൊണ്ടാണ് ഇവിടേക്ക് എത്താനായിട്ട് പറ്റിയത്. അപ്പം ആ രീതിയിൽ നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അതിൻ്റെ പിന്നിലൊരു ബ്ലെസ്ഡ് റീസൺ ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ സൊല്യൂഷൻ എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്യാനും വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ശ്രമിക്കുക എന്നുള്ളതാണ്.
പിന്നെ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ചിന്തന നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന തോട്ട്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തോട്ട് പാറ്റേൺ ഏതാണെന്നുള്ളത് കണ്ടെത്തുക. അത് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലാണോ, ഫിനാൻഷ്യൽ കാര്യത്തിലാണോ, എൻ്റെ കരിയർ ബേസ് ആയിട്ടുള്ള കാര്യത്തിലാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും എൻ്റെ ലൈഫിൽ നടന്ന എന്തെങ്കിലും സിറ്റുവേഷനിലാണോ ഞാൻ കുടുങ്ങിപ്പോകുന്നത്, ഏതിലാണ് ഞാൻ കുടുങ്ങിപ്പോകുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനെന്താണോ എനിക്ക് സൊല്യൂഷൻ ചെയ്യാൻ പറ്റുക, അതിന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക എന്നുള്ളതാണ്. ഒരിക്കലും നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ തോട്ട് ഇങ്ങനെ ആയിപ്പോയത് നമ്മുടെ കുറ്റമല്ല. നമ്മളെല്ലാം ഇരകളുടെ ഇരകളാണെന്ന് പറയും. അതായത് നമുക്ക് എന്ത് പാറ്റേൺ ആണോ നമ്മുടെ മുൻ തലമുറ തന്നത് അത് തന്നെ നമ്മൾ ഫോളോ ചെയ്തു പോകുന്നു. അതിൽ നിന്ന് മാറിയിട്ടുള്ളതൊന്നും സംഭവിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അത് കിട്ടിയത് നമ്മുടെ തെറ്റല്ല, ബട്ട് അത് മാറ്റേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. സംഭവിക്കേണ്ടത് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ തെറ്റല്ല. പക്ഷേ അവിടെ നിന്ന് മുന്നോട്ടേക്ക് നടക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ നടക്കാത്തിടത്തോളം ഞാൻ അവിടെ തന്നെ വട്ടം കറങ്ങും. അപ്പം ഈ രീതിയിൽ നമുക്ക് എന്താണോ എൻ്റെ തോട്ടിനെ എന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത്, എന്നെ നെഗറ്റീവ് ആക്കുന്നത്, ആ തോട്ട് കണ്ടെത്തുക, അതിനെ അനലൈസ് ചെയ്യുക, അതിൻ്റെ ബിലീഫ് എന്താണെന്നുള്ളത് കണ്ടെത്തി അതിനെ ജേർണൽ പ്രാക്ടീസ് ചെയ്യുക, എന്ത് ചെയ്യുക, ദെൻ അതിന് വേണ്ട സൊല്യൂഷൻസ് നേടിയെടുക്കുക എന്നുള്ളതാണ്. വേറെ ഒരു പ്രധാനപ്പെട്ട വളരെ ഈസി ആയിട്ട് നമുക്ക് ഇതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടൂളാണ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറയും. പക്ഷേ മെഡിറ്റേഷൻ ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ഓവർ തിങ്കിങ് ഉള്ള ആളുകൾക്ക് ചില സമയത്ത് മെഡിറ്റേഷൻ സെറ്റ് ആവില്ല. ഇപ്പം നമ്മുടെ സെഷൻസിൽ ഫസ്റ്റ് ടൈം ഒക്കെ വരുന്ന ആളുകൾക്ക് തുടക്കത്തിൽ മെഡിറ്റേഷൻ തീരെ സെറ്റ് ആവുന്നുണ്ടാവില്ല. അവർ പറയും കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല, കണ്ണടയ്ക്കുമ്പോൾ തന്നെ നെഗറ്റീവ് തോട്ട്സാണ് വരുന്നത്, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, ഭയങ്കര ടയേർഡ് ആവുന്നു എന്നൊക്കെയുള്ള രീതിയിൽ, അത് തീരെ ഒരു എഫക്റ്റ് ഇല്ലാത്ത രീതിക്ക് ചില സമയത്ത് ഇത് സംഭവിക്കാം. നമ്മൾ കണ്ണടച്ചാലും മെഡിറ്റേഷനിലും നെഗറ്റീവ് തോട്ട്സുകൾ വരുന്നത്. അവിടെയാണ് നമ്മൾക്ക് ഫോർഗീവ്നെസ്സിനുള്ള ഇമ്പോർട്ടൻസ്, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്യുക എന്നുള്ളത് അത്രമാത്രം ഇമ്പോർട്ടൻസ് ആവുന്നത് അതുകൊണ്ടാണ്. എത്രമാത്രം നമ്മുടെ മൈൻഡ് ക്ലിയർ ആണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ആ മെഡിറ്റേഷൻ്റെ ഒക്കെ എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ നമുക്ക് ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഈ സജഷൻസ് ഇല്ലാതെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒരു 10 തവണയോ 15 തവണയോ ഒക്കെ ജസ്റ്റ് നിങ്ങളുടെ ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു, റിലാക്സ് ആയിട്ട് ശ്വാസം പുറത്തേക്ക് വരും, ഇതിലേക്ക് മാത്രം. അപ്പൊ നമ്മുടെ മൈൻഡിലേക്ക് രണ്ടേ രണ്ട് തോട്ട് മാത്രമേ ഇരുന്നുള്ളൂ. എന്ത്? ശ്വാസം ഉള്ളിലേക്ക് വരുന്നുണ്ട്, ശ്വാസം പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ സാധനത്തിൽ മാത്രം അങ്ങനെ നമ്മൾ മെല്ലെ 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 പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മുടെ ചിന്തകൾ എത്രത്തോളം കുറയുന്നോ അത്രത്തോളം നമുക്ക് ഫോക്കസ് കിട്ടും. ഒരുപാട് ചിന്തകൾ ഉണ്ടാവുമ്പോ അല്ല നമുക്ക് ഫോക്കസ് കിട്ടും. എത്രത്തോളം നിങ്ങളുടെ തോട്ടിന്റെ എണ്ണം കുറയുന്നു അത്രമാത്രം നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ടിരിക്കാൻ പറ്റും. ആ രീതിയിൽ മെഡിറ്റേഷനും ഫൊർഗീവ്നെസ് ജേർണലിങ്ങും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. നെഗറ്റീവ് ആദ്യം അതിന് നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ നാളെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഐഡന്റിഫൈ യുവർ നെഗറ്റീവ് തോട്ട്. എന്താണ് നിങ്ങളുടെ നെഗറ്റീവ് തോട്ടുകൾ എന്നുള്ളതിന് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എല്ലാവരും നാളെ റെഡി ആണെന്ന് വിചാരിക്കുന്നത്, തോട്ടൊക്കെ അനലൈസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പോവുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ കൂടുതലായിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർ വേയിലൂടെ പോയി കഴിഞ്ഞാൽ മാത്രമേ ഈ തോട്ടിനെ, ഇതിൽ ഗോൾ സെറ്റിംഗ് എന്നുള്ളത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ നെഗറ്റീവ് തോട്ടിനെ പോക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു ഗാർഡനിലെ നമ്മളിങ്ങനെ വൃത്തിയാക്കുന്നുണ്ട്, ചെടികൾ അവിടെ ആവശ്യമില്ലാത്ത ചെടികളെ വൃത്തിയാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും വീണ്ടും അവിടെ അത് തന്നെ വളർന്നു വരൂലേ. അതിന് പകരം നമ്മൾ അവിടെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമല്ലേ അത് വളരുള്ളൂ. ഏത് സ്ഥലമാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇതേപോലെ തന്നെ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ മൈൻഡിന് സ്പേസ് വന്നു. അവിടേക്ക് കൊടുക്കാനായിട്ടുള്ള നല്ല സ്ട്രോങ് പോസിറ്റീവ് ആയിട്ടുള്ള തോട്ടുകൾ വേണം. അപ്പം അതിനാണ് ഗോൾ സെറ്റിംഗ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും ഗ്രാറ്റിറ്റ്യൂഡ് അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതും പറയാൻ കാരണം. ഫൊർഗീവ്നെസ് നമ്മുടെ ഉള്ളിൽ നിന്ന് നെഗറ്റീവിനെ കളയലാണെങ്കിൽ
ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിട്ടുള്ളതിനെ നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കലാണ്. അപ്പോൾ ഈ രണ്ട് പ്രോസസ്സ് ഏറ്റവും ഭംഗിയിൽ നടക്കുമ്പോഴാണ് നമ്മൾക്ക് ഏറ്റവും ബാലൻസിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക്, മൈൻഡ്ഫുൾനെസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്താം. അപ്പം ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോവുക. ഞാൻ പറഞ്ഞ പോലെ എന്താണ്, ചില ആളുകൾക്ക് ഇത് കറക്റ്റായിട്ട് സ്വന്തമായിട്ട് ചെയ്തിട്ട് പോകാൻ പറ്റും, അവർ സ്വന്തമായിട്ട് ചെയ്യുക. പറ്റാത്തവർ ശ്രമിക്കും, പരാജയപ്പെടും, ശ്രമിക്കും, പരാജയപ്പെടും. എത്ര കാലം നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകും? അപ്പം അതിനുള്ള ഡിസിഷൻ എടുക്കുക. അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊരു ഹെൽപ്പ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? കറക്റ്റായിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള നിങ്ങളുടെ സ്ട്രക്ചേർഡ് ആയിട്ട് തോട്ടിനെ മാറ്റി പോസിറ്റീവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ശരിക്കും വിൻ വുമൺ മൈൻഡ് സെറ്റിൽ നടക്കുന്നത്. അപ്പം ആ രീതിക്ക് എന്താണ് ഷിഫ്റ്റ് ചെയ്യണം. ആ ഒരു രീതിക്ക് ഇനി ഞാനാണ് ആക്ഷൻ എടുക്കേണ്ടത്, എൻ്റെ കാര്യങ്ങൾ ഞാൻ തന്നെ നോക്കിയാലേ ശരിയാവുള്ളൂ എന്നുള്ള തരത്തിൽ ഇനിയെങ്കിലും എനിക്കൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ബാച്ചിൽ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിലൊക്കെ ചോദിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.